ഹലോ, വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ഈ വിഷയത്തിൽ നമ്മൾ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് GMAW ഉപയോഗിച്ച് ആർക്ക് കോൺസ്റ്റന്റ് ഫ്ലാറ്റ് പൊസിഷനിൽ 60 mm ഡൈയും 3 mm വാൾ തിക്നെസ്സുമുള്ള MS പൈപ്പ് മോണിറ്റർ ചെയ്ത് വിലയിരുത്താൻ പഠിക്കും. ഈ വിഷയത്തിന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും. ഡ്രോയിങ് അനുസരിച്ച് പൈപ്പ് ഡെവലപ്മെന്റ് വരയ്ക്കുക. വെൽഡിംഗ് ടേബിളിൽ ജോബ് സജ്ജമാക്കി ടാക്ക് വെൽഡ് ചെയ്യുക. GMAW പ്രക്രിയ ഉപയോഗിച്ച് വെൽഡ് ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള സർഫസ് ഡിഫക്ട്സുകൾ അറിയാനായി പൂർത്തിയാക്കിയ പൈപ്പ് വെൽഡ് പരിശോധിക്കുക. ഇനി നമുക്ക് GMAW-ന് ആവശ്യമായ ഉപകരണങ്ങൾ നോക്കാം. സ്റ്റീൽ റൂൾ, ബോൾ പീൻ ഹാമർ, ഹാഫ് റൗണ്ട് ഫയൽ, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ, കീയും സ്പാനറും, ഹെൽമെറ്റ് ടൈപ്പ് സ്ക്രീൻ, ആംഗിൾ ഗ്രൈൻഡർ, പ്രീഹീറ്ററും ഫ്ലോ മീറ്ററുമുള്ള ഗ്യാസ് റെഗുലേറ്റർ, വെൽഡിംഗ് പവർ സോഴ്സ്, CCMS വയർ, വെൽഡിംഗ് ഗൺ, ഷീൽഡിംഗ് ഗ്യാസ് സിലിണ്ടർ. ഇപ്പോൾ നമുക്ക് GMAW വഴി ഫ്ലാറ്റ് പൊസിഷൻ ആർക്ക് കോൺസ്റ്റന്റ് റോളിംഗിൽ ഔട്ടർ ഡയമീറ്റർ 60 mm 3 mm വാൾ തിക്നെസ് WT ഉള്ള ഒരു MS പൈപ്പിന്റെ T ജോയിന്റിന്റെ പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷനുകളെ കുറിച്ച് നോക്കാം. ആവശ്യമായ വ്യക്തിഗത സുരക്ഷാ പരിരക്ഷ ഉപയോഗിക്കുക. 60 mm ഡയമീറ്ററും 3 mm വാൾ തിക്നെസ്സുമുള്ള 100 mm 75 mm നീളമുള്ള 2 പൈപ്പുകൾ മുറിക്കുക. പൈപ്പുകളിൽ പ്രൊഫൈൽ ഡ്രോയിങ് ഒട്ടിക്കുക. രണ്ട് പൈപ്പുകളിലും പ്രൊഫൈൽ പഞ്ച് അടയാളപ്പെടുത്തി അതിനനുസരിച്ച് മുറിക്കുക. പഞ്ച് റൊട്ടേഷൻ. മൈൽഡ് സ്റ്റീലിന്റെ ബ്രാഞ്ച് പൈപ്പുകൾ അടയാളപ്പെടുത്തുന്നതിനനുസരിച്ച് ആംഗിൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് മുറിച്ചേക്കാം. കട്ടിംഗ് എഡ്ജുകൾ ഡീബർ ചെയ്ത അരികുകൾ ഫയൽ ചെയ്യുക. പൈപ്പിന്റെ സർഫസ് വൃത്തിയാക്കുക. ഡിഗ്രി കോണിൽ പ്രധാന പൈപ്പ് ഉപയോഗിച്ച് ബ്രാഞ്ച് പൈപ്പ് അലൈൻ ചെയ്ത് സെറ്റ് ചെയ്യുക. CCMS ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കുക. രണ്ട് വാതകങ്ങൾക്കും സ്പെസിഫിക്കേഷൻ അനുസരിച്ച് മർദ്ദം ശരിയാക്കുക.
പൈപ്പ് 4 സ്ഥലങ്ങളിൽ ടാക്ക് വെൽഡ് ചെയ്യുക. ഡിസ്റ്റോർഷൻ നിയന്ത്രിക്കാനും പെനട്രേഷൻ നേടാനും വേണ്ടി 1.5 mm റൂട്ട് ക്യാപ്പ് ഉപയോഗിക്കുക. ഇപ്പോൾ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രക്രിയ ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 3 mm WTയും 60 mm ഔട്ടർ ഡയമീറ്ററുമുള്ള MS പൈപ്പിൽ T ജോയിന്റ് വെൽഡിംഗ് പ്രക്രിയ എങ്ങനെ നടത്താമെന്ന് നോക്കാം. ആവശ്യമായ വ്യക്തിഗത സുരക്ഷാ പരിരക്ഷകൾ ഉപയോഗിക്കുക. വെൽഡിംഗ് ടേബിളിൽ ടാക്ക് വെൽഡ് ചെയ്ത MS പൈപ്പ് സജ്ജമാക്കുക. ഫ്ലാറ്റ് പൊസിഷനിൽ ജോയിന്റ് വെൽഡിങ്ങിനായി വെൽഡിംഗ് ടേബിൾ ഉപയോഗിക്കുന്നത് സൗകര്യപ്രദമാണ്. വെൽഡിങ്ങിലുടനീളം കീഹോൾ സൂക്ഷിക്കുക. കൂടാതെ നല്ല റൂട്ട് പെനട്രേഷൻ ഉറപ്പാക്കാൻ ബ്ലോ പൈപ്പിന് സൈഡ് ടു സൈഡ് മോഷൻ നൽകുക. ലെഫ്റ്റ് വാർഡ് ടെക്നിക്ക് ഉപയോഗിച്ച് കർവ്ഡ് ജോയിന്റിനൊപ്പം 1, 2, 3, 4 എന്നീ 4 സെക്ടറുകളിൽ വെൽഡ് പൂർത്തിയാക്കുക. ഡിഫക്ട്സുകൾ മനസ്സിലാക്കാൻ വെൽഡ്മെന്റ്സ് പരിശോധിക്കുക. ഇപ്പോൾ നമ്മൾ GMAW പ്രോസസ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 3 mm WTയും 60 mm ഔട്ടർ ഡയമീറ്ററുമുള്ള MS പൈപ്പിൽ ഒരു T ജോയിന്റിനായി പിന്തുടരേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കും. GMAW സുരക്ഷാ മുൻകരുതലുകൾ. ഇലക്ട്രിക്കൽ കണക്ഷൻ ടൈറ്റ് ആണെന്ന് ഉറപ്പാക്കുക. ശരിയായ കളർ ലെൻസുകൾ ഉപയോഗിക്കുക. നേത്രഗോളങ്ങളാൽ ആർക്ക് നോക്കരുത്. ശരിയായ വസ്ത്രം ധരിക്കുക. വെൽഡ് ഏരിയയിൽ നിന്ന് തീ പിടിക്കുന്ന വസ്തുക്കൾ മാറ്റി സൂക്ഷിക്കുക. എല്ലായ്പ്പോഴും വെൽഡിംഗ് മെഷീൻ ശരിയായി എർത്ത് ചെയ്യുക. ഇലക്ട്രോഡിന്റെ ശരിയായ ആംഗിളും ട്രാവൽ സ്പീഡും ഉപയോഗിച്ച് ഓവർ ഡെപ്പോസിഷൻ ഒഴിവാക്കുക. ഹോട്ട് ജോബ് പിടിക്കാൻ ടോങ്ങുകൾ ഉപയോഗിക്കുക. ഇനി ഡിഫക്ട്സുകൾ നോക്കാം. ബ്ലോ ഹോൾസ്, കോൺവെക്സ്, uneven ripples. Excess reinforcement. Recap. ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ചത് ഡ്രോയിങ് അനുസരിച്ച് പൈപ്പ് ഡെവലപ്മെന്റ് വരയ്ക്കുക, വെൽഡിംഗ് ടേബിളിൽ ജോബ് സജ്ജമാക്കി ടാക്ക് വെൽഡ് ചെയ്യുക, GMAW പ്രക്രിയ ഉപയോഗിച്ച് വെൽഡ് ചെയ്യുക, ഏതെങ്കിലും തരത്തിലുള്ള സർഫേസ് ഡിഫക്ട്സുകൾ അറിയാനായി പൂർത്തിയാക്കിയ പൈപ്പ് വെൽഡ് പരിശോധിക്കുക. നന്ദി വിദ്യാർത്ഥികളെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ.